Okay, നമുക്ക് illustration 2 നോക്കാം. Manisha Ayurveda, Trivandrum has a branch at Ayur to which goods are sent at cost. The branch is authorized to sell goods for cash only. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ അത് തന്നെ പ്രത്യേകം പറയുന്നുണ്ട്, ഗുഡ്സ് കോസ്റ്റിലാണ് കൊടുക്കുന്നതെന്നും അതുപോലെ തന്നെ അത് ക്യാഷ് ആയിട്ട് മാത്രമേ സെയിൽ നടത്താൻ പറ്റുള്ളൂ എന്നും പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ച മെത്തേഡാണ്, അതായത് ഡെപ്റ്റർ സിസ്റ്റത്തിലെ ആദ്യത്തെ കാറ്റഗറി. കോസ്റ്റിൽ കൊടുക്കുന്നു, ക്യാഷിൽ മാത്രം സെയിൽ നടത്താൻ. ഓക്കെ, all expenses are at branch are paid by head office and all amount collected from sales are daily deposited in the bank account opened in the name of head office. എല്ലാ എക്സ്പെൻസും ഹെഡ് ഓഫീസാണ് പേ ചെയ്യുന്നതും അതുപോലെ തന്നെ ക്യാഷ് സെയിലിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ ഹെഡ് ഓഫീസിൻ്റെ പേര് ഓപ്പൺ ചെയ്തേക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യും. From the following particulars, prepare the branch account as well as goods sent to branch account for the year 2014. ബ്രാഞ്ച് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. ഫസ്റ്റ് വൺ, ഓപ്പണിംഗ് സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് 11,000, petty cash at branch 300, opening furniture at branch 6,000, goods sent to branch 1,40,000. നമ്മൾ ഫോർമാറ്റ് പഠിച്ചപ്പം ഈ ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് പെറ്റി ക്യാഷ്, ഓപ്പണിംഗ് ഫർണിച്ചർ, മറ്റ് അസറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചും നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ 4 ഐറ്റംസ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട്സിൽ ഡെബിറ്റ് ചെയ്യേണ്ട കേസാണ്. ദെൻ സെൻഡ് ടു ബ്രാഞ്ച് ബൈ ചെക്ക് for rupees, salary 8,000, rent and rates 3,500, insurance 500, petty cash 1,500. അപ്പം ഇതും നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട കേസാണ്. എക്സ്പെൻസസിന് വേണ്ടിയിട്ട് ബ്രാഞ്ചിലേക്ക് ഫണ്ട് റെമിറ്റ് ചെയ്തതാണ്. അപ്പോൾ ടു ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഹെഡിങ് കൊടുത്ത് അതിനുശേഷം ഇത് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കാം. 13,500. ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച്, ഇത് ഗുഡ്സ് തിരിച്ച് കൊടുത്ത, റിട്ടേൺഡ് ബൈ ബ്രാഞ്ച്. 3,000. ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ബ്രാഞ്ച് ഓൺ 1st July 2014. ഫർണിച്ചർ വാങ്ങിച്ചിട്ടുണ്ട് ബ്രാഞ്ചിലേക്ക്. അപ്പം അതിന് വേണ്ടിയിട്ടും ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് പൈസ കൊടുക്കുകയാണ് ചെയ്തത്, ക്യാഷ് കൊടുക്കുകയാണ് ചെയ്തത്. 8,000. ക്യാഷ് സെയിൽസ് ഡ്യൂറിങ് 2014 1,75,000. സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് on 31st December 2014 17,000. Petty cash is maintained under impressed system. Depreciation is charged on furniture at 20% per annum. ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ആദ്യം ആയൂർ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഹെഡിങ് കൊടുത്ത് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2014 കൊടുക്കാം. നമുക്കറിയാം, ഫോർമാറ്റ് അറിയാം. ആദ്യമേ ഓപ്പണിംഗ് ബാലൻസുകൾ എഴുതണം. ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് പെറ്റി ക്യാഷ്, ഓപ്പണിംഗ് ഫർണിച്ചർ, ഇത് 3 നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഉണ്ട് 1,40,000. അതുപോലെ തന്നെ എക്സ്പെൻസിന് വേണ്ടിയിട്ട് ഫണ്ട് ബ്രാഞ്ചിലേക്ക് കൊടുത്തിട്ടുണ്ട് 13,500. ടു ബാങ്ക് എന്ന് പറഞ്ഞ് അതും എഴുതണം. അതിൻ്റെ ഔട്ടർ കോളത്തിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുകയും വേണം. അതുപോലെ തന്നെ പർച്ചേസ് ഓഫ് ഫർണിച്ചർ ഉണ്ട്. ഫർണിച്ചർ പർച്ചേസ് ചെയ്യാനായിട്ട് ബ്രാഞ്ചിലേക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, 8,000 rupees കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ എഴുതണം. ടു ബാങ്ക്, ബ്രാക്കറ്റിൽ പ്രത്യേകം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കാണിക്കണം. ഫർണിച്ചർ ബ്രോട്ട് 8,000. ഇത് ചെയ്തു. ഇനി നമുക്ക് സെയിൽസിന്, ക്യാഷ് സെയിൽസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ക്യാഷ് സെയിൽസ് ഡ്യൂറിങ് 2014 1,75,000 ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. റിട്ടേൺ കണ്ടോ, റിട്ടേണിൻ്റെ കാര്യമാണ് 3,000 എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഗുഡ്സ് റിട്ടേൺഡ് ടു ഹെഡ് ഓഫീസ് എന്നുള്ളതിൻ്റെ എൻട്രി വരുന്നത്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് എന്നാൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച്, അവർ തിരിച്ചു കൊടുക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് റിട്ടേൺ ആണ് കേട്ടോ, അത് ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് എന്നാണ് ഇതിൻ്റെ. 3,000 എഴുതുക. അതുപോലെ തന്നെ ക്യാഷ് സെയിൽസ് ബൈ ബാങ്ക്, ക്യാഷ് സെയിൽസ് 1,75,000. പിന്നെ
സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് 17,000. ഫർണിച്ചറിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഫർണിച്ചർ ഓപ്പണിങ്ങിൽ എത്രയായിരുന്നു? 8,000 പ്ലസ് 6,000, അപ്പോൾ 14,000 വരും. പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിപ്രീസിയേഷൻ കാണാനായിട്ട് പറയുന്നുണ്ട്. ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ ഫർണിച്ചർ. ആ ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് 12,000 എഴുതിയിരിക്കുന്നത്. പെറ്റി ക്യാഷ് ഇംപ്രസ്ഡ് സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എപ്പോഴും അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് സെയിം ആയിരിക്കും. ഓപ്പണിംഗ് ബാലൻസ് എത്രയായിരുന്നു? 300 ആയിരുന്നു ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ അത് തന്നെയായിരിക്കും ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് പെറ്റി ക്യാഷിൻ്റെ ബാലൻസ് വരുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? ക്വസ്റ്റിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് പെറ്റി ക്യാഷ് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം. അങ്ങനെ ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ടെങ്കിൽ പെറ്റി ക്യാഷിൻ്റെ ബാലൻസ് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും സെയിം തന്നെയായിരിക്കും. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യവും ഇവിടെ പറയുന്നുണ്ട്. ഡിപ്രീസിയേഷൻ ഓൺ 6,000 ഫോർ 1 ഇയർ. 6,000 എന്ന് പറഞ്ഞ ഓപ്പണിങ്ങിലുള്ളതാണ്. അത് ഫുൾ ഇയർ ഉള്ള ഒരു ഫർണിച്ചറാണ്. അപ്പോൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഫുൾ ഇയർ കാണണം. 6,000 ഇൻറ്റു 20% ചെയ്യുമ്പോൾ 1,200 കിട്ടി. എന്നാൽ ഡിപ്രീസിയേഷൻ ഫോർ 8,000 റുപ്പീസിൻ്റെ ഫർണിച്ചർ വാങ്ങിച്ച് ജൂലൈ 1 വാങ്ങിച്ചത്. ജൂലൈ ടു ഡിസംബർ 31 വരെ എത്ര മാസമുണ്ട്? 6 മന്ത്സേ ഉള്ളൂ. അപ്പോൾ 6 മന്ത്സിലേക്ക് മാത്രം 8,000 റുപ്പീസിൻ്റെ ഡിപ്രീസിയേഷൻ കണ്ടാൽ മതി. അപ്പം 8,000 ഇൻറ്റു 20/100 ഇൻറ്റു 6/12, അതാണ് 800 കിട്ടി. ടോട്ടൽ 2,000 റുപ്പീസ്. ടോട്ടൽ ഫർണിച്ചറിൻ്റെ വാല്യൂ എത്രയായിരുന്നു വരണ്ടേ? ഓപ്പണിംഗ് ബാലൻസിലുള്ള 6,000 പിന്നീട് 8,000 റുപ്പീസിൻ്റെ ഫർണിച്ചറും വാങ്ങിച്ചു. അപ്പോൾ ടോട്ടൽ വരുമ്പോൾ 8,000 പ്ലസ് 6,000 14,000. ആ 14,000 നിന്ന് ടോട്ടൽ ഡിപ്രീസിയേഷൻ 2,000 കുറച്ച് കഴിയുമ്പം ബാക്കി 12,000. അങ്ങനെയാണ് ക്ലോസിംഗ് ഫർണിച്ചറിൻ്റെ വാല്യൂ 12,000 വന്നത്. പിന്നെ ആസ് ദ പെറ്റി ക്യാഷ് ഈസ് മെയിൻറ്റെയിൻഡ് അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം, ബാലൻസ് ഓൺ 31st 2014 ഈസ് ദ സെയിം ആസ് ഓൺ ദി 1st January 2014. കണ്ടോ? പിന്നെ ഡിപ്രീസിയേഷൻ്റെ കാര്യം ഒരു നോട്ടായിട്ട് പറയുന്നുണ്ട്. ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ് ഈസ് നോട്ട് സെപ്പറേറ്റ്ലി ഡെബിറ്റഡ് ഇൻ ദ ബ്രാഞ്ച് അക്കൗണ്ട്. ഇൻസ്റ്റെഡ് ഓപ്പണിംഗ് വാല്യൂ ആൻഡ് അഡീഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ആർ ഡെബിറ്റഡ് ഇൻ ദ ബ്രാഞ്ച് അക്കൗണ്ട് ആൻഡ് ദ ക്ലോസിംഗ് വാല്യൂ ഓഫ് അസറ്റ് ഈസ് ക്രെഡിറ്റഡ്. ഇവിടെ ഡിപ്രീസിയേഷൻ എന്നും പറഞ്ഞ് നമ്മൾ സാധാരണ എഴുതാറില്ല. ഓപ്പണിംഗ് വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റും ക്ലോസിംഗ് വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സും മാത്രമേ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട്സിൽ എഴുതാറുള്ളൂ. അല്ലാതെ ടു ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്ന പോലെ ചെയ്യാറില്ല ബ്രാഞ്ച് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ. ഇനി ഒരു അക്കൗണ്ടും കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അതിൻ്റെ ബാലൻസ് ഒന്നും വരില്ല, അത് രണ്ട് സൈഡും ക്ലോസ് ചെയ്ത് പോകേണ്ടതാണ്. അതിൻ്റെ എൻട്രി വരുമ്പോൾ നിങ്ങൾക്കറിയാം ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറയുന്ന അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ അത് ഡെബിറ്റ് ചെയ്തെങ്കിൽ അതേ എൻട്രി ഗുഡ്സ് സെൻഡ് ടു ആയൂർ ബ്രാഞ്ച് എന്ന അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ബൈ ബ്രാഞ്ച് അക്കൗണ്ട് 1,40,000. അതുപോലെ തന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് റിട്ടേൺ ഉണ്ട് 3,000. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. ബാലൻസ് വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അല്ലാതെ ടു ബാലൻസ് എന്നോ ബൈ ബാലൻസ് എന്നോ പറഞ്ഞ് നമ്മൾ ഇടുവല്ല ചെയ്യുന്നത്. അതിനെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആണ് ചെയ്യുന്നത്. എങ്കിലേ ഗുഡ്സ് സെൻഡ് ടു ആയൂർ ബ്രാഞ്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയേ ഉള്ളൂ ഇലിസ്ട്രേഷൻ 2.